സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നൊരു മധുരമുള്ളൊരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിക്കോ. എന്താണെന്ന് ഞാൻ സസ്പെൻസാണ്. ഞാൻ കുറച്ച് സാബൂരി എടുത്തിട്ടുണ്ട്. ഇവിടെ ചൗവരി എന്നാണ് പറയുന്നത്. അപ്പം ഈ ചൗവരി ഞാൻ അതൊന്ന് വൃത്തിയാക്കി 2 ക്യാരറ്റും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ചൗവരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ക്യാരറ്റും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ചുരണ്ടി അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെക്കാം ആദ്യം. അപ്പോൾ ചൗവരി അവിടെ കുതിർന്ന് വരട്ടപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് എന്താ ഒരു സ്വീറ്റായിട്ട് ഉണ്ടാക്കാം. ഇന്ന് വൈകുന്നേരം പിള്ളേരൊക്കെ വരുമ്പോൾ നമുക്ക് കുടിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ക്യാരറ്റൊക്കെ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ചെറുതായിട്ട് തന്നെ. അപ്പം ഇനി നമുക്ക് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാവട്ടെ. കുറച്ച് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നെയ്ക്കകത്ത് നമ്മൾ 1-2 കാര്യങ്ങൾ വറുത്തെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ നെയ്യ് ഒഴിച്ചൊന്ന് ഉരുകി വരട്ടെ. അപ്പം ഞാൻ കുറച്ച് ബദാം പരിപ്പ് അതൊന്ന് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതുപോലെ ഇടാനൊക്കത്തില്ല, അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മത്തൻ അരി ഉണ്ടല്ലോ, പംകിൻ സ്കിൻ, അപ്പം അതും കൂടെ സൈഡും കൂടെ രണ്ടും കൂടെ നമുക്ക് ഈ നെയ്ക്കകത്തോട്ടൊന്ന് ഇടാം, വറുത്ത് കോരാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും 3ഉം കൂടെ നമുക്ക് ഈ നെയ്ക്കകത്തൊന്ന് വറുത്ത് കോരി വെക്കാം ആദ്യം. അപ്പം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതെല്ലാം ദാണ്ട മൂത്ത് പെട്ടെന്ന് ചൂടായ തവയായതുകൊണ്ട് വേഗത്തിൽ അതങ്ങ് മൂത്ത് വരും. പ്രത്യേകിച്ച് നെയ്ക്കകത്തായതുകൊണ്ട് അത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ക്യാരറ്റ് നമുക്ക് ഇതിനകത്തൊന്ന് റെഡിയാക്കി എടുക്കണം, ഒന്ന് വരട്ടിയെടുക്കണം. അപ്പം നമുക്കതൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് നമ്മുടെ ഇതുണ്ടല്ലോ, എന്തുവാ, റവ, കുറച്ച് റവയും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ റവ എടുക്കുന്നതിൻ്റെ ഇതിലാണ് നിന്നത്. അപ്പം നമുക്ക് ഈ റവയും കൂടെ ഒന്ന് എടുക്കാം. അപ്പം ഒന്ന് ഇളക്കി ഈ നെയ്ക്കകത്തൊന്ന് നല്ല പോലെ ഒന്ന് വരട്ടി വരണം. ഒത്തിരി അങ്ങ് മൂപ്പിക്കണ്ട ക്യാരറ്റ്. അപ്പം നമുക്കതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് നല്ലൊന്ന് ചൂടായൊക്കെ ഒന്ന് നെയ്ക്കകത്തൊന്ന് വാടി വരുമ്പോഴത്തേക്ക് മതി. നമുക്ക് കുറച്ച് റവയും കൂടെ ചേർത്ത് വേണം ഒരുമിച്ച് ഇളക്കി മാറ്റാൻ. അതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ ചൗവരിയൊക്കെ ഇങ്ങനെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി അത് പാകപ്പെടുത്താം. എന്താണെന്ന് നിങ്ങൾക്ക് സസ്പെൻസ് ഇട്ടിരിക്കുന്നത് പറഞ്ഞു തരാം. നിങ്ങളിത് ചെയ്ത് നോക്കണം. അത്രയ്ക്ക് രുചികരമായൊരു വിഭവമാണ്. അപ്പം നമുക്ക് കുറച്ച് റവയും കൂടെ ചേർക്കാം. കുറച്ച് മതി, നമുക്കൊരു 2 സ്പൂൺ റവ ചേർത്താൽ മതി. പോരെങ്കിൽ നമുക്ക് ലേശം നെയ്യും കൂടെ ചേർത്ത് നമുക്കിത് ഒരുമിച്ച് ഈ റവയും കൂടെ ക്യാരറ്റുമായിട്ട് ചേർത്ത് ഒരുമിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ നല്ലതുപോലെ റവയും കൂടെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ പാനോട് തന്നെ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കടായിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ പാത്രം ഒക്കെ ഒന്ന് തുടച്ചാൻ വെച്ചിട്ടുണ്ട്. നമുക്കത് എടുത്ത് വയ്ക്കാം. ഇനി വേഗത്തിൽ അടുപ്പിൽ തന്നെ ഞാൻ വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഏകദേശം ഒരു 2 ഓവർ പാലുണ്ട്. അപ്പോൾ അതെന്തായാലും ഒന്ന് തിളയ്ക്കട്ടെ. പാലിനകത്താണ് പാലൊന്ന് തിളയ്ക്കണം. പാലൊന്ന് തിളച്ച് നല്ലപോലെ ഇളക്കി തിളയ്ക്കണം. ഒന്ന് ചൂടായി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ദാണ്ട പാലൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ചൗവരിയാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. അപ്പോൾ ആ വെള്ളമൊക്കെ വാർത്ത് നമ്മൾ ആ ചൗവരി ചേർക്കുകയാണേ. അപ്പം ആ ചൗവരി ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇളക്കിക്കോണം. കാരണം പാലിനകത്ത് ഈ ചൗവരി വേവുകയാണ്. അപ്പം വേഗത്തിൽ വേവും. കാരണം ഇത് കുക്കായി പോകുകയെന്ന് പറഞ്ഞാൽ കുതിർത്തത് കൊണ്ട് വേഗത്തിലാവും. അപ്പം നമുക്കിനി ഇതിന് ആവശ്യമുള്ള മധുരം ചേർക്കാൻ പോവുക. അപ്പം അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനാണ്. മധുരം കുറവ് മതിയെങ്കിൽ കുറവ് മതി. അപ്പം ഞാനിവിടെ കൂടുതൽ മധുരം ചേർക്കുന്നില്ല, കുറച്ച് മധുരമേ ചേർക്കുന്നുള്ളൂ. അപ്പം അതിനുള്ള ആവശ്യത്തിനുള്ള മധുരവും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി ഒരുമിച്ച് നല്ലതുപോലെ വെന്ത് വരട്ടെ. കാരണം ഒരുപാട് സമയം എടുക്കത്തുമില്ല, വേഗത്തിൽ തയ്യാറാക്കാം. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും റവയും കൂടെ ചേർത്ത് മിക്സാൻ അത് ചേർക്കുകയാണ്. ഇനി നമ്മൾ നല്ലപോലെ ഇളക്കുക. നല്ലതുപോലെ ആവശ്യത്തിന് ഇതെല്ലാം ഒരുമിച്ച് മിക്സായി ഈ പാലിനകത്തായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നട്ട്സ് എല്ലാം ചേർക്കുകയാണ്. അങ്ങനെ ക്യാരറ്റ് ചൗവരിയും ചേർത്തുള്ള നല്ല ഒരു സ്വീറ്റായ ഒരു പായസമാണ് തയ്യാറായിരിക്കുന്നത്. അപ്പം ഇത് നല്ല കട്ടിക്കാണ്, ഒത്തിരി കട്ടിയല്ല, എന്നാൽ നല്ല രുചികരമാണ്. നിങ്ങളിതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, ചെയ്ത് നോക്കണം, അതുണ്ടാക്കണം. ഏറ്റവും രുചികരമായ ക്യാരറ്റും ചൗവരിയും ചേർത്തുള്ള പായസമാണ്. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ്.